കലാപം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് CPM-ഓ സർക്കാരോ? അവിടെ കലാപ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടിയാണ്. അത് സമരം 100 ദിവസം പിന്നിട്ട 2022 ഒക്ടോബർ 27 നടത്തിയ പത്രസമ്മേളനത്തിലാണ് ശിവൻകുട്ടി ഈ ആക്ഷേപം ഉന്നയിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ 29 എഴുതിയ മുഖപ്രസംഗത്തിൽ പാർട്ടി പത്രമായ ദേശാഭിമാനിയും ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച സമരസമിതിക്കാരുമായി ചർച്ച നടത്തുന്ന മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗമാണ് കേരള നിയമസഭയ്ക്കുള്ളിൽ കലാപമുണ്ടാക്കിയതിന് കോടതി നടപടികൾ നേരിടുന്ന വി ശിവൻകുട്ടി. സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് കോടതി വിധി നീട്ടിക്കൊണ്ടു പോകാനായില്ലെങ്കിൽ ശിവൻകുട്ടിയുടെ കാര്യം തന്നെ അപകടത്തിലാണ്. ഗവർണറുമായുള്ള പോരാട്ടത്തിൽ കഴുത്തിൽ വല്ലാതെ കുറുക്കുമുറുകി ശ്വാസം മുട്ടുന്ന സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പിടയുന്ന വേളയിലാണ് ശിവൻകുട്ടിയുടെ ഈ ജൽപ്പനം. 100 ദിവസമായി നടക്കുന്ന സമരത്തെക്കുറിച്ചുള്ള നിലവാരമില്ലാത്ത വിലയിരുത്തലായി ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. സമരം സ്ഥാപിത താൽപര്യക്കാരുടെ കയ്യിലെ ആയുധമായി എന്നാണ് മുഖപ്രസംഗത്തിന്റെ ഒന്നാമത്തെ ആരോപണം. CPM നടത്തുന്ന സമരങ്ങളുടെ പിന്നിലെ ഓർമ്മയിൽ നിന്നാവാമെങ്കിലും ഇത്തരം ഒരു വിലയിരുത്തൽ ഏറെ ഹീനമായി. അല്ലെങ്കിൽ ആരാണ് ആ സ്ഥാപിത താൽപര്യക്കാർ എന്ന് തന്നെ പറയണമായിരുന്നു. 100ാം ദിവസത്തിലെ സമരത്തിന്റെ ഭാഗമായി കടലിൽ നടന്ന വള്ളം കത്തിക്കൽ അടക്കമുള്ള സംഭവങ്ങളെ കുറിച്ചാവണം സൂചന. ഒരു പ്രകോപനവും ഇല്ലാതെ അതിക്രമങ്ങൾ നടന്നു എന്ന് പാർട്ടി പത്രം ആരോപിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്കും പോലീസുകാർക്കും നേരെ ആക്രമണമുണ്ടായി. മുല്ലൂർ, വിഴിഞ്ഞം, മുതലപ്പൊഴി എന്നിവിടങ്ങളിൽ അതിക്രമങ്ങൾ നടന്നു. പോലീസ് ബാരിക്കേഡുകൾ തള്ളിമറിച്ചിട്ടു. മുല്ലൂരിലെ കവാടത്തിന്റെ താഴ് തല്ലി തകർത്ത് അകത്തു കയറി. ഈ 2 സംഭവങ്ങളാണ് അതിക്രമങ്ങളായും കലാപശ്രമങ്ങളായും ചിത്രീകരിക്കപ്പെടുന്നത്. എന്നു മുതലാണ് CPM-നും ശിവൻകുട്ടിക്കും പോലീസ് ബാരിക്കേഡ് തള്ളിമറിക്കുന്നതും താഴെ തല്ലി തകർക്കുന്നതും കലാപശ്രമങ്ങളായത്? കേരള നിയമസഭാ അങ്കണത്തിൽ സ്പീക്കർ ഡയസിലെല്ലാം അവർ കാണിച്ച വിപ്ലവം കണ്ട ജനത്തോടാണ് ദേശാഭിമാനിയുടെ ഉപദേശം. അന്ന് സഭയിലെ മൈക്കുകൾ തല്ലി തകർത്തതും സ്പീക്കറുടെ ഇരിപ്പിടം തട്ടിമറിച്ചതുമെല്ലാം വിപ്ലവമായിരുന്നു. അതിനെതിരെ എടുത്ത കേസ് റദ്ദാക്കിക്കുവാൻ നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്തു. 2 കാരണങ്ങളാണ് പാർട്ടി പത്രം ഈ സംഭവങ്ങൾ പിന്നിൽ കാണുന്നത്. ഒന്ന്, സമരത്തിന് വാർത്താ പ്രാധാന്യം കിട്ടാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ ശ്രമം. അടുത്തതാണ് കൂടുതൽ ഗംഭീരം. വിമോചന സമരത്തിന്റെ പാഠപുസ്തകം കയ്യിൽ കരുതുന്നവർ ആരോ ഉണ്ട് പോലും. ഇടത് സർക്കാരിന്റെ വല്ലാത്ത ഒരു ഭീതിയാണത്. എന്ത് കണ്ടാലും അത് വിമോചന സമരമാകുമോ എന്ന ഭീതി. ആ സമരം ഒരു പാഠപുസ്തകമായി CPM ഇടയ്ക്ക് മറിച്ചു നോക്കുന്നത് നല്ലതാണ്. കാരണം അന്ന് സമരക്കാരുടെ ഏതാനും ആവശ്യം അംഗീകരിച്ചിരുന്നുവെങ്കിൽ സർക്കാരിനെ രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. വിഴിഞ്ഞം സമരം ഒരു വിമോചന സമരമായി പരിണമിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ ജാഗ്രതയോടെ പെരുമാറണം. അല്ലെങ്കിൽ കലാപമല്ല, സർക്കാരിന്റെ പതനമാവും ഉണ്ടാകുക. സമരക്കാർക്കിടയിൽ കലാപം വേണമെന്നും വേണ്ടെന്നും നിലപാടുള്ള 2 കൂട്ടർ ഉണ്ടെന്നും ദേശാഭിമാനി കണ്ടെത്തി. അതായത് സമരസമിതിയിൽ ഭിന്നതയുണ്ടെന്ന്. അതും സത്യമറിയാതെയുള്ള നിരീക്ഷണമാണ്. കലാപം വേണമെന്നുള്ള ആരും അവിടെ ഇല്ല എന്നതാണ് സത്യം. അവർ സമരം നടത്തുന്നത് കലാപത്തിനല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടാനാണ്. ശിവൻകുട്ടിക്കും ദേശാഭിമാനിക്കും ഉള്ള മറുപടി CPI നേതാവ് കാനം രാജേന്ദ്രനിൽ നിന്നു തന്നെ 100ാം ദിനത്തിൽ വിഴിഞ്ഞത്ത് ഉണ്ടായതെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. സമരം അനാവശ്യമായി നീണ്ടുപോയാൽ ഉണ്ടാകാവുന്ന രൂപമാറ്റമാണ് വിഴിഞ്ഞത്ത് ഉണ്ടായതെന്നും എത്രയും വേഗം സർക്കാർ ചർച്ച നടത്തി സമരക്കാരുടെ ആവശ്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണമെന്നും കാനം നിർദ്ദേശിച്ചു. തലയ്ക്കുള്ളിൽ ആൾതാമസമുള്ള നേതാക്കന്മാരും ഇടതുമുന്നണിയിൽ ഉണ്ടെന്നതിന്റെ സൂചനയായി കാനത്തിന്റെ വാക്കുകൾ. തുറമുഖം കൊണ്ടുവരാവുന്ന വികസനത്തെക്കുറിച്ചും ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ആവാസ വെല്ലുവിളികളെക്കുറിച്ചും കൂടുതൽ വിശദമായ പഠനം നടത്തണമെന്നും തുറമുഖ നിർമ്മാണം മൂലം തീരദേശവും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് 2022 ജൂലൈ 30 മുതൽ തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുജന സമരം കണ്ടു കണ്ടില്ലെന്ന മട്ടിൽ സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയുടെ പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാക്കുവാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ് എന്നത് സത്യമാണ്. അതിന് തുടക്കമായി 100ാം ദിവസത്തിൽ കടലിലും കരയിലും കടലിന്റെ മക്കൾ ഉപരോധം സൃഷ്ടിച്ചത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളിൽ 5ഉം സർക്കാർ അംഗീകരിച്ചെന്നും
തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്ന ഒരാവശ്യം അംഗീകരിക്കാനാവില്ലെന്നുമാണ് ശിവൻകുട്ടി വിശദീകരിച്ചത്. അതിൽ സത്യമുള്ളത് അംഗീകരിക്കാത്ത ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലാണ്. തുറമുഖ സമരം നിർത്തിവെക്കാനാവില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. തുറമുഖത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്തുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കണം എന്ന് മാത്രമാണ് സമരസമിതി പറയുന്നത്. തുടക്കത്തിൽ ഇനിയൊരു പഠനം സാധ്യമല്ല എന്ന നിലപാട് എടുത്തെങ്കിലും സമരം 84-ാം ദിനത്തിലേക്ക് കടന്ന ഒക്ടോബർ 6-ന് കേന്ദ്ര വാട്ടർ റിസോഴ്സസ് വകുപ്പിലെ ഡയറക്ടറായിരുന്ന KD കുണ്ടയ്യ അധ്യക്ഷനായി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികൾ നിർദ്ദേശിക്കുന്ന ഒരു വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം സർക്കാർ പക്ഷേ കേട്ടില്ല. 2015-ൽ ആരംഭിച്ച പദ്ധതി കരാർ അനുസരിച്ച് 2019 ഡിസംബറിൽ പൂർത്തിയാകേണ്ടതാണ്. ഇപ്പോൾ പറയുന്നത് 1-ാം ഘട്ടം പോലും 2024-ലാവും പൂർത്തിയാവുക എന്നാണ്. അതായത് ഇപ്പോൾ തന്നെ പദ്ധതി വൈകി. സമരം മൂലം 2 മാസമായി പണിയൊന്നും നടക്കുന്നില്ല എങ്കിൽ ഈ പാവം മനുഷ്യരുടെ ഭീതി അകറ്റുന്ന പഠനത്തിന് വേണ്ടി 3-4 മാസം പണി നിർത്തിവെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അടുത്ത കാലത്ത് കേരളത്തിലെ വൈസ് ചാൻസലർ നിയമനത്തിലെ പിശക് കണ്ടുപിടിച്ച സുപ്രീം കോടതി തീരുമാനം റദ്ദാക്കി കോടതി പറഞ്ഞത് ആബ് ഇൻസിയോ നിയമനം നടന്നില്ലെന്നാണ്. അതായത് തുടക്കം തന്നെ ഇല്ലെന്ന്. തുറമുഖം സംബന്ധിച്ച നടക്കുന്ന പുതിയ പഠനത്തിൽ ഈ തുറമുഖം നാടിന് ആപത്താണെന്ന് കണ്ടാൽ തുറമുഖ തീരുമാനത്തിലെ തെറ്റ് ആബ് ഇൻസിയോ തിരുത്തരുതോ? അദാനിയുടെ മുദ്ര തുറമുഖം വഴി ഗുജറാത്തിന് ഉണ്ടാകുന്ന ദ്രോഹങ്ങൾ കൂടി മനസ്സിൽ വെക്കേണ്ടതല്ലേ? മുദ്ര തുറമുഖത്ത് നിന്നും എത്ര 1000 കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത്? തലസ്ഥാനത്തെ സീപോർട്ടും എയർപോർട്ടും അദാനിയുടെ നിയന്ത്രണത്തിലാകുന്നത് നാടിന് നല്ലതാകുമോ എന്ന് ചിന്തിക്കണം. ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ സമരത്തിനെതിരെ പ്രാദേശികമായി ശക്തി പ്രാപിക്കുന്ന സമരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇടതു സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സമരങ്ങൾക്കെതിരെ എക്കാലത്തും സഖാക്കളെ ഇറക്കിവിട്ട് സമരക്കാരെ ആക്രമിക്കുന്ന പതിവ് രീതി വിഴിഞ്ഞത്തും പരീക്ഷിക്കുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന്. വിമോചന സമരകാലത്ത് സമരത്തിനെത്തിയ സത്യാഗ്രഹികളെ തലസ്ഥാനത്ത് എത്രയോ ഇടത്താണ് സഖാക്കൾ ആക്രമിച്ചത്. സാക്ഷാൽ ബി വെല്ലിംഗ്ടനെ വരെ ആക്രമിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം ഇടതു മന്ത്രിയായി വന്നതും ചരിത്രം. സമരത്തിനെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞും സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതരെയും സ്ത്രീകളെയും കയ്യേറ്റം ചെയ്തും കള്ളക്കേസുകൾ എടുത്തും പോലീസും സർക്കാരും ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്ന് സമരസമിതി വിശ്വസിക്കുന്നു. തദ്ദേശീയ ജനസമൂഹമായ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ജാതി മത വർഗീയ രാഷ്ട്രീയ സംഘടനകളെ ഇളക്കിവിട്ട് എതിർ സമരം നടത്തുവാൻ സർക്കാരും സ്ഥാപിത താൽപര്യക്കാരും ചരടുകൾ നീക്കുന്നതും കലാപം ലക്ഷ്യം വെച്ചാവണമെന്ന് സമരസമിതി വിശ്വസിക്കുന്നു. ആ പ്രതി സമരക്കാരിൽ ഒറ്റ മത്സ്യത്തൊഴിലാളിയും ഇല്ലെന്ന കാര്യം സമിതി ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബർ 14-ന് വിഴിഞ്ഞത്ത് നടന്ന പ്രതിസമരക്കാരുടെ പ്രകടനവും അതിലുയർന്ന ഹീനമായ മുദ്രാവാക്യങ്ങളും വലിയ സൂചനയാണ്. രാജ്യദ്രോഹി പട്ടികളെ ഇന്നീ സമരം സൂചനയാണ്, ഇന്നീ സമരം സൂചനയാണ്, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരപന്തൽ പൊളിച്ചു മാറ്റും, ഓർത്തു കളിച്ചോ പാദ്രിമാരെ, പാദ്രിമാരെ സൂക്ഷിച്ചോ, രാജ്യദ്രോഹി ചെറ്റകളെ, ലോഹയ്ക്കുള്ളിലെ തെമ്മാടികളെ, ലോഹയ്ക്കുള്ളിലെ പട്ടികളെ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, പാതിരിമാരുടെ ഷേപ്പ് മാറും, പറയുന്നതാരെന്നറിയാമോ, CPA വെട്ടിയ നാടാണേ തുടങ്ങിയവയായിരുന്നു മുദ്രാവാക്യങ്ങൾ. രാജ്യസ്നേഹത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും കുത്തവകാശം എടുത്തിരിക്കുന്ന പാർട്ടി മാത്രമല്ല അദാനി മുതലാളിക്കായി പ്രതിസമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തം. സമരത്തിന്റെ 100-ാം ദിവസമായ ഒക്ടോബർ 27-ന് അദാനിയുടെ ഏജന്റുമാർ ഫോട്ടോ എടുക്കാൻ എന്ന മറയിൽ സ്ത്രീകളുടെ ഇടയിൽ കടന്നതാണ് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കിയതെന്ന് അവർ വിശദീകരിച്ചു. ശിവൻകുട്ടി എന്തു പറഞ്ഞാലും ഒരു കലാപത്തിനും ശ്രമിക്കാതെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികൾ ഉണ്ടാകുമെന്ന് സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ജനവിഭാഗം അവരുടെ ജീവനും ജീവിത മാർഗത്തിനും വേണ്ടി നടത്തുന്ന സമരമാണിത്. ഒരു രാഷ്ട്രീയവുമില്ലാത്ത സമരം. അത് അടിച്ചൊതുക്കാൻ എളുപ്പമാവില്ല. ഈ അതിജീവന സമരത്തിന് നുണപ്രചരണങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ അവമതി ഉണ്ടാക്കുന്നതിന് ബോധപൂർവമായ നീക്കങ്ങൾ അദാനിയുടെ ഒത്താശയോടെ ഭരണകക്ഷിയും BJPയും സംയുക്തമായി ആരംഭിച്ചു കഴിഞ്ഞു. വിദേശ തുറമുഖ ലോബികളുടെ സഹായത്തോടെയാണ് സമരം നടത്തുന്നതെന്നും അതിന് വിദേശ സഹായം കിട്ടുന്നതിനായി സമരസമിതിക്കാർ തന്നെ സമ്മതിച്ചതായും ആരോപിക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ സംഭവം? കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ഗൾഫ് ഘടകം സമര പരിപാടികൾക്കായി സമാഹരിച്ചു നൽകിയ 25,000 രൂപയാണ് അത്. ആ തുക വാങ്ങിയത് സമരസമിതിയുടെ വേദിയിൽ വെച്ച് പരസ്യമായാണ്.
ഗൂഢലക്ഷ്യങ്ങളോടെ സഹായിക്കുന്നവർ പരസ്യമായി രംഗത്തു വരുമോ? ആ തുക ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് ആമുഖം പറയുന്ന വീഡിയോയാണ് വിദേശ ഫണ്ട് കിട്ടുന്നതിന്റെ തെളിവായി പ്രചരിക്കുന്നത്. അത്രയും ചെറിയ തുക ദുബായിലെ ഷെയ്ഖിന്റെ സംഭാവനയായി ചിത്രീകരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ആരോപണത്തിനും കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട് സമരസമിതി വക്താക്കൾ. ഒക്ടോബർ 31 വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കിയ സമരസമിതിക്കാർ സമരസമിതിക്കെതിരെ വരുന്ന സാമ്പത്തിക ആരോപണങ്ങളെക്കുറിച്ച് സർക്കാർ തന്നെ അന്വേഷിക്കണമെന്ന് വെല്ലുവിളിച്ചു. വിദേശ സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ അക്കമിട്ട് വിവരിച്ചുകൊണ്ട് സമരസമിതിക്ക് ഒരു പൈസയും വിദേശ സഹായം കിട്ടുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി. പാവപ്പെട്ടവരുടെ ചില്ലറ കാശും ത്യാഗങ്ങളും കൊണ്ട് നടക്കുന്ന സമരത്തെ അപവാദങ്ങളിൽ മുക്കിയോ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തിയോ ഇല്ലാതാക്കാനാവില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. സമരം നടക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയാണ്. അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാതെ അവർക്ക് ജീവിക്കാനാവില്ല. അത്തരം സമരം ചെയ്യുന്നവരെ ചില കാര്യങ്ങൾ സമ്മതിച്ചെന്ന് വരുത്തിയോ ശാന്തരാക്കാനാകില്ല. മന്ത്രി ശിവൻകുട്ടി അവകാശപ്പെടുന്നത് പോലെ സമരസമിതിയുടെ ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനമായോ? വിഴിഞ്ഞം തുറമുഖം കാരണമുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമായ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. ശാശ്വത പരിഹാരത്തിന് സർക്കാർ തയ്യാറാണത്രേ. മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ 6ഉം സർക്കാർ അംഗീകരിച്ചു എന്ന ആവശ്യം തെറ്റാണെന്ന് സമരസമിതി ചൂണ്ടിക്കാണിച്ചു. അവയിൽ ഒന്നുപോലും പരിഹരിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് തമിഴ്നാട്ടിൽ കൊടുക്കുന്നത് പോലെ മണ്ണെണ്ണ സബ്സിഡി കൊടുക്കണമെന്ന ആവശ്യത്തിൽ ഒരു തീരുമാനവും ആയില്ല. മുട്ടാപ്പോക്ക് തടസ്സങ്ങളാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ 25 രൂപയ്ക്ക് മണ്ണെണ്ണ കിട്ടുന്നു, ഇവിടെ 116 രൂപ. മണ്ണെണ്ണയുടെ വില 46 രൂപയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇന്നും ആ തുകയാണ് സബ്സിഡി. മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുക്കണം. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണിത്. കാലാവസ്ഥാ പ്രവചനം മൂലം കടലിൽ പോകാൻ സാധിക്കാത്ത ദിവസം മിനിമം കൂലി സർക്കാർ കൊടുക്കണമെന്ന ആവശ്യത്തിനും തീരുമാനമായിട്ടില്ല. കടലിലെ പുലിമുട്ട നിർമ്മാണം മൂലം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുത്ത് പുനരധിവസിപ്പിക്കണം എന്ന ആവശ്യത്തിലും തീരുമാനമായില്ല. അവരെ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റിൽ താമസിപ്പിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നതിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. പട്ടയം ഉണ്ടായിരുന്ന സ്ഥലത്തെ വീടുകൾ നഷ്ടപ്പെട്ടവരോടാണ് ഈ വാഗ്ദാനം. 10 ലക്ഷം രൂപ കൊണ്ട് സ്ഥലം വാങ്ങാൻ പോലും കഴിയില്ല. തീരശോഷണം മൂലം ക്യാമ്പിൽ കഴിയുന്നവർക്ക് വീടെടുക്കുന്നതിന് 5500 രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന് സർക്കാർ പറയുന്നു. ഈ തുക വീടെടുക്കാൻ തികച്ചും അപര്യാപ്തമാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനം സ്വീകാര്യമല്ല. സർക്കാർ സഹായങ്ങൾ എല്ലാം മുടങ്ങുന്ന ഇക്കാലത്ത് ഈ വാക്ക് വിശ്വസിച്ച് ക്യാമ്പിൽ നിന്നും മാറിയാൽ എന്താകും അനന്തരഫലം എന്ന് മത്സ്യത്തൊഴിലാളികൾ സംശയിക്കുന്നു. സഹായം കൊടുക്കാതെ സർക്കാർ തന്നെ വീടുകൾ വാടകയ്ക്കെടുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വീടൊന്നിന് മാസം 10,000 രൂപ കൊടുക്കുക. വാടകയ്ക്ക് അഡ്വാൻസ് കൊടുക്കുവാൻ 20,000 രൂപയും കൊടുക്കുക. മുതലപൊഴിയിൽ നിർമ്മിച്ചതും വിഴിഞ്ഞത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതുമായ തുറമുഖങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് കടലറിവും നാട്ടറിവുമുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മന്ത്രിമാർ അംഗീകരിച്ചെങ്കിലും അതിനായി നിയോഗിക്കപ്പെട്ട സമിതിയിൽ മത്സ്യത്തൊഴിലാളികൾ ആരും ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജനകീയ പഠന സമിതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അവർ. കടലറിവും നാട്ടറിവുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ കൂടി വാദങ്ങൾ സമാഹരിച്ച് 3 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാക്കും. കേരള സർവകലാശാലയിലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ മുൻ ഡീൻ ഡോക്ടർ KV തോമസ് ആണ് അധ്യക്ഷൻ. CDSലെ മുൻ പ്രൊഫസർ ഡോക്ടർ ജോൺ കുര്യൻ, കേന്ദ്ര ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ഡോക്ടർ ടെറി മച്ചാഡോ, സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ അംഗമായിരുന്ന ഡോക്ടർ KG താര, മുൻ ജില്ലാ ജഡ്ജി D പാപ്പച്ചൻ, സ്വതന്ത്ര നയരൂപീകരണ ഗവേഷക സരിത ഫെർണാണ്ടസ് എന്നിവരാണ് അംഗങ്ങൾ. തുറമുഖ നിർമ്മാണത്തെ തുടർന്നുണ്ടായ കടലാക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് 4 വർഷമായി സിമന്റ് ഗോഡൌണിലടക്കം കഴിയുന്ന 354 കുടുംബങ്ങളെ എല്ലാവരും മറന്നപ്പോഴാണ് ലത്തീൻ സഭ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ 4 വർഷമായി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകേണ്ടതുണ്ടെന്ന തിരിച്ചറിവാണ് ന്യായം. സമരത്തെ വികസന വിരോധികൾ എന്ന് പറഞ്ഞു നേരിടാൻ ഒരു നീക്കം നടത്തി. വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളിയാണ് മുന്നിൽ നിന്നത്.
മുഖ്യമന്ത്രിയും ഏറ്റുപാടി. സമരത്തിലുള്ളവരെല്ലാം ആ ദേശത്തുകാരല്ലെന്ന് വരെ അങ്ങ് പറഞ്ഞു. ബഹിരാകാശ കേന്ദ്രത്തിനും ടൈറ്റാനിയം ഫാക്ടറിക്കും വിമാനത്താവളത്തിനും വേണ്ടി വീടും ആരാധനാലയവും വരെ ഒഴിഞ്ഞു പോയവരെയാണ് മുഖ്യമന്ത്രി വികസന വിരോധികൾ എന്ന് വിളിച്ചത്. സമരസമിതിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്ന മന്ത്രി 4 വർഷമായി വീടില്ലാതായ ഇവർക്ക് വീട് കൊടുത്തോ എന്നല്ലേ വ്യക്തമാക്കേണ്ടത്. അതിന് മുട്ടത്തറയിൽ 8 ഏക്കർ സ്ഥലം നീക്കിവെച്ചത് കൊണ്ടാകുമോ? അവിടെ ഫ്ളാറ്റ് പണിയുമെന്നാണ് മന്ത്രി പറയുന്നത്. ഫ്ളാറ്റിൽ ജീവിക്കുന്നവർ തീരത്ത് എങ്ങനെ വള്ളം സൂക്ഷിക്കും? തീരദേശവാസികളുടെ ആശങ്കകൾ ഏറെയാണ്. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. നാടിന്റെ വികസനത്തിനു വേണ്ടി കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് ആകർഷകമായ പാക്കേജ് നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പുമായി തുറമുഖ കരാർ ഒപ്പിട്ടത്. അന്ന് തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നത് മുതൽ 5 വർഷത്തേക്ക് ഉണ്ടാകാവുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ നഷ്ടങ്ങൾ നികത്തുന്നതിനായി സർക്കാർ 471 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. തുറമുഖ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തീരശോഷണം അടക്കമുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനായി സർക്കാർ 471 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. പദ്ധതി വലിയവേളി മുതൽ പനത്തുറ വരെയുള്ള 7876 കുടുംബങ്ങളെ ബാധിക്കുമെന്ന് സർക്കാർ പഠനം തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കലിനും വീട് നിർമ്മാണത്തിനുമായി 350 കോടിയും ജനോപാധിക്കായി 59 കോടിയും ഉമ്മൻചാണ്ടി സർക്കാർ നീക്കിവെച്ചത്. എന്നിട്ടും പദ്ധതിക്കായി കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ 2018 മുതൽ വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ ആരുമില്ലാതെ താമസിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട്? എവിടെ പോയി 471 കോടിയുടെ പദ്ധതി? സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാത്തവരെയാണ് മുഖ്യമന്ത്രി എന്തോ പറയുമെന്ന് പറയുന്നത്. വല്ലാർപാടം ടെർമിനലിനായി കുടിയിറക്കപ്പെട്ട മൂലമ്പള്ളിയിലെ പാവങ്ങൾ ഇപ്പോഴും ആർക്കും വേണ്ടാത്തവരായി അലഞ്ഞു നടക്കുമ്പോൾ അവരെ കുടിയിറക്കി കെട്ടിപ്പൊക്കിയ വല്ലാർപാടം ടെർമിനൽ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിൽ നിൽക്കുമ്പോൾ ആ ടെർമിനൽ ഉണ്ടാക്കിയത് 700 തൊഴിലവസരങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ വിഴിഞ്ഞം കൊണ്ടുവരും എന്ന് പറയുന്ന വികസനത്തിൽ എങ്ങനെ വിശ്വസിക്കും? സർക്കാർ ഉറപ്പുകളെ എങ്ങനെ വിശ്വസിക്കും? മൂലമ്പള്ളിയിലെ കുടിയിറക്കപ്പെട്ടവർക്ക് സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങൾ എവിടെ പോയി? പ്രളയ ദുരിതകാലത്ത് വാഴ്ത്തിപ്പാടിയിരുന്ന റീബിൽഡ് കേരള എവിടെ പോയി? ഓഖി ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു? വല്ലാർപാടം ടെർമിനലിനു വേണ്ടി ഭരണഭീകരത ഉപയോഗിച്ച് കുടിയിറക്കപ്പെട്ടവർക്ക് ഇപ്പോഴും പുനരധിവാസമായില്ല എന്ന സത്യം സർക്കാർ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ ഭയമുണ്ടാക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ടത് തെറ്റായ തീരുമാനമായിരുന്നെങ്കിൽ തിരുത്തണം. വികസനം എന്ന പേരിൽ ഉണ്ടാവുന്നത് നിത്യബാധ്യതയാകുമെങ്കിൽ വിട്ടുകളയുന്നതല്ലേ ബുദ്ധി? വികസനത്തിനായി സ്ഥലം നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കും എന്ന സർക്കാരിന്റെ വാക്ക് വിശ്വസിക്കാൻ ആവാത്തതായിരിക്കുന്നു. വല്ലാർപാടത്തേക്കാൾ പ്രതികൂലങ്ങളുള്ള വിഴിഞ്ഞം ഇതിലും ഭീകരമായ ദുരന്തമാവും കൊണ്ടുവരിക എന്ന് ഭയപ്പെടണം. ജനങ്ങളെ ആകെ പെരുവഴിയിലാക്കി അവരുടെ വീടും ജീവനോപാധികളും ഇല്ലാതാക്കുന്നതാണോ വികസനം? അതുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനം നിർത്തിവെച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ അടക്കമുള്ള സംഘം തുറമുഖത്തെക്കുറിച്ച് വീണ്ടും പഠിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ഒരിക്കലും ലാഭമാകില്ലെന്നും കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഭയന്ന് മിക്ക ലോക തുറമുഖ നിർമ്മാണ കമ്പനികൾ പിന്മാറിയ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അദാനി കമ്പനിക്ക് അവരുടെ ഉപാധികൾക്കനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ ഓർമ്മയായി. വികസനമെന്നും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നും എല്ലാം പറഞ്ഞ് അദാനി മുതലാളിക്ക് വേണ്ടി വല്ലാതെ വാദിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും കടന്നുപോകും. അവർക്കെല്ലാം ജീവിക്കുന്നതിന് മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും സർക്കാർ സുരക്ഷകളുമുണ്ട്. തീരശോഷണം വഴി തിരുവനന്തപുരം വിമാനത്താവളം അടക്കം കടലെടുത്തു പോയാലും അദാനിക്ക് സർക്കാർ സുരക്ഷയും അടുത്ത വിമാനത്താവളവും കിട്ടും. വിമാനത്താവളത്തിന് തൊട്ടടുത്തുവരെയുള്ള ശംഖുമുഖ കടപ്പുറം ഇപ്പോൾ കടലായി കഴിഞ്ഞു. എന്നാൽ കടൽ കൊണ്ട് ജീവിക്കുകയും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി വീടും കുടുംബവും ജീവിതോപാധികളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന 50,000-ഓളം വരുന്ന തീരദേശ ജനത എവിടെ പോകും? എന്തു ചെയ്യും? അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരം പോലെ സമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ടു പോകും. ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധം തിരുവനന്തപുരം വിമാനത്താവളത്തിന് വരെ ഭീഷണിയാകുന്ന വിധം കടൽ കയറി വരുമ്പോഴും പാരിസ്ഥിതിക ആഘാത പഠനം വീണ്ടും നടത്തണമെന്ന് ജനം പറയുന്നതിനെ എന്തിനു പരിഹസിക്കുന്നു? വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേരള തീരത്തെ മുഴുവൻ പാവങ്ങളെയും അനാഥരാക്കുന്നതാണോ വികസനം?
വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ തിരുവനന്തപുരത്ത് വൻ വികസനം ഉണ്ടാകുമെന്ന് നടത്തിയ പ്രചരണം അടക്കം വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ചിലർ നടത്തിയിരുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. തുറമുഖം ഉണ്ടാക്കുമെന്ന് പറയുന്ന തൊഴിലവസരങ്ങൾ, ലാഭം തുടങ്ങിയവ സംബന്ധിച്ച കണക്കുകളിലെ സത്യത്തിന് വല്ലാർപാടം തുറമുഖം സാക്ഷ്യം തരുന്നു. വിഴിഞ്ഞത്തേക്കാൾ സ്വാഭാവിക തുറമുഖമായ വല്ലാർപാടം തുറമുഖം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. പ്രചരിപ്പിക്കപ്പെട്ടതുപോലെയുള്ള മദർഷിപ്പുകൾ വല്ലാർപാടത്തെത്തുന്നില്ല. 3000 കോടി രൂപ മുടക്കി 12 വർഷം കൊണ്ട് ആരംഭിച്ച അന്താരാഷ്ട്ര കപ്പൽ ചാനലുമായി ഏറെ അടുത്തായിട്ടും ഈ മേഖലയിലെ ഒന്നാം കിട കമ്പനികളിൽ ഒന്നായ ദുബായ് പോർട്ട് വേൾഡ് തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായിട്ടും പ്രതിവർഷം 100 കോടി രൂപയുടെ നഷ്ടത്തിലാണ് വല്ലാർപാടം പ്രവർത്തിക്കുന്നത് എന്നാണ് കണക്കുകൾ. കമ്പോട്ടാഷ് നിയമത്തിൽ ഇളവ് വരുത്തി കൊടുത്തിട്ടും തങ്ങൾക്ക് തുറമുഖവുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് ദുബായ് കമ്പനി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായാണ് വിവരം. വല്ലാർപാടം കൊണ്ടുവന്ന വികസനത്തിന്റെ ഏകദേശ രൂപമാണിത്. അവിടെ ഉണ്ടായ തൊഴിലവസരങ്ങൾ 1000-ൽ താഴെയാണെന്നും ആരോപിക്കപ്പെടുന്നു. 600 എന്നാണ് ഒരു കണക്ക്. വിഴിഞ്ഞത്ത് ഉണ്ടാകുന്നതാകട്ടെ 550 തൊഴിലവസരമാണ്. വിഴിഞ്ഞം പ്രകൃതിദത്ത തുറമുഖമാണെന്ന പ്രചരണം ശരിയല്ലെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. പ്രകൃതിദത്തമായ തുറമുഖങ്ങൾക്ക് ബർത്തുകൾ മാത്രം മതി, പുലിമുട്ടുകൾ വേണ്ട. എന്നാൽ വിഴിഞ്ഞത്തിനു വേണ്ടി മുല്ലൂർ കടപ്പുറത്തു നിന്നും 165 ഏക്കർ കടൽ നികത്തി 1.20 കിലോമീറ്റർ കടലിന് നേർദിശയിൽ പുലിമുട്ടുകൾ നിർമ്മിച്ച ശേഷം കടൽ തീരത്തിന് സമാന്തരമായി തെക്കോട്ട് 3.2 കിലോമീറ്റർ പുലിമുട്ട് നിർമ്മിച്ച് 400 മീറ്റർ വീതിയുള്ള പ്രവേശന കവാടം ഉണ്ടാക്കണം. ഇവിടെ 24 മീറ്റർ ആഴം ഉണ്ടാകണം. വിഴിഞ്ഞത്തുള്ളത് 20 മീറ്ററിൽ താഴെ ആഴമാണ്. അതുകൊണ്ട് ഡ്രഡ്ജിങ്ങും വേണ്ടിവരും. പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ അതിന്റെ വടക്കുഭാഗത്ത് വ്യാപകമായ തീരശോഷണം ഉണ്ടാകാറുണ്ട്. വിഴിഞ്ഞം മാതൃകയിൽ മുതലപ്പുഴയിൽ 200 മീറ്റർ പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ വടക്കുള്ള താഴമ്പള്ളി, പൂന്തുറ, അഞ്ചുതെങ്ങ് കടലോരങ്ങൾ കടലെടുത്തു. 400 മീറ്റർ പുലിമുട്ട് നിർമ്മിച്ചപ്പോൾ ഇത്രയും ദുരന്തം ഉണ്ടായെങ്കിൽ 1.20 കിലോമീറ്റർ പുലിമുട്ട് വരുമ്പോൾ എന്താകും സ്ഥിതി എന്നാണ് ആശങ്ക. പടുകുറ്റൻ പുലിമുട്ടുകൾ തിരിച്ചെടുക്കാനും സാധിക്കില്ല. 3100 മീറ്റർ പുലിമുട്ടാണ് പദ്ധതിക്ക് വേണ്ടി നിർമ്മിക്കേണ്ടത്. അതിൽ 1800 മീറ്ററാണ് ഇതുവരെ നിർമ്മിച്ചത്. പദ്ധതിക്ക് വേണ്ട പാറയുടെ 46% മാത്രമേ ഇതുവരെ സംഭരിക്കാനായുള്ളൂ. നിർമ്മാണം 1/3 600 മീറ്റർ കടൽ തീരം നഷ്ടപ്പെട്ടു. വലിയ തുറയിൽ 5 വരി വീടുകൾ കടലെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു. വല്ലാത്ത കരാറാണ് ഇതിനായി ഉണ്ടാക്കിയത്. 66 ഹെക്ടർ കടൽ നികത്തുവാൻ അടക്കമാണ് അനുവാദം. 7525 കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ 4750 കോടിയും മുടക്കുന്നത് കേരള സർക്കാരാണ്. ബാക്കി 2500 കോടി സർക്കാർ നൽകുന്ന 331 ഏക്കർ ഭൂമി പണയം വെച്ച് അദാനി ബാങ്കുകളിൽ നിന്നും സമാഹരിക്കും. സർക്കാർ ഏറ്റെടുത്തു കൊടുക്കുന്ന 219 ഏക്കറും കടൽ നികത്തി ഉണ്ടാക്കുന്ന 165 ഏക്കർ അടക്കം 384 ഏക്കർ അദാനിക്ക് കിട്ടുമെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പദ്ധതി ലാഭമാകുന്നതുവരെയുള്ള സഹായമായി കേന്ദ്രം കൊടുക്കുന്ന 817 കോടി രൂപയും കേരള സർക്കാർ കൊടുക്കുന്ന 817 കോടി രൂപയും അദാനിക്ക് ലഭിക്കും. തുറമുഖത്തിനായി ഏറ്റെടുത്തിരിക്കുന്നതിൽ 128 ഏക്കർ സ്ഥലം തുറമുഖേതര ആവശ്യങ്ങൾക്കായി അദാനിക്ക് ഉപയോഗിക്കാം. അവിടെ ഫ്ളാറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ആഡംബര ഹോട്ടൽ, വാണിജ്യ ഓഫീസ് മന്ദിരങ്ങൾ എന്നിവ നിർമ്മിക്കാം. ടൂറിസ്റ്റുകൾക്കായി 23 ഏക്കറും ഉപയോഗിക്കാം. മൊത്തം 3380 കോടി രൂപ ഇതിനായി അദാനി മുടക്കും. ഇതെല്ലാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കിയാണ് അദാനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പദ്ധതിയുടെ 69% മുടക്കുന്ന സർക്കാരിന് ആദ്യത്തെ 15 വർഷം ലാഭവിഹിതം ഉണ്ടാവില്ല എന്നും ഓർക്കണം. 50 വർഷമാണ് കരാർ കാലാവധി. തുറമുഖത്തിന്റെ 1/3 പൂർത്തിയായപ്പോൾ തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഏറെ ഭീകരമായി. പനത്തുറ, പൂന്തുറ, ഭീമപ്പള്ളി, ചെറിയതുറ, വലിയതുറ, കെട്ടുതോപ്പ്, കണ്ണാതുറ, വെട്ടുകാട്, വലിയവേളി പ്രദേശങ്ങളിൽ ഭയാനകമായ തീരശോഷണം ഉണ്ടാവുകയും അനേകം വീടുകൾ തകരുകയും ചെയ്തു. ശംഖുമുഖം കടപ്പുറത്തെ സംരക്ഷിക്കുന്നതിന് അടുത്ത കാലത്ത് നിയമിച്ച ഡയഫ്രം ഭിത്തി കടലെടുത്തു. കോവളം ടൂറിസ്റ്റ് ഗ്രാമത്തിലെയും കടൽ ഭിത്തികൾ തകർന്നു. ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രത്തിന് അടുത്തുകൂടെയാണ് കടൽ. വിഴിഞ്ഞം വലിയ കടപ്പുറം മുതൽ കപ്പൽ ചാനൽ ആകുന്നതുകൊണ്ട് അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെ
മത്സ്യബന്ധനം അസാധ്യമാവുകയാണ്. 50,000 പേരുടെ ജീവിത മാർഗമാണ് ഇല്ലാതാകുന്നത്. പ്രണയത്തെക്കുറിച്ചും നിറം പിടിപ്പിച്ച കഥകൾ രചിച്ചും മുൻപിൽ നോക്കാതെ ആരെയും പ്രണയിക്കുവാനുള്ള ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അവകാശത്തെക്കുറിച്ചും ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് പോലും കടന്നു ചെല്ലാനാവാത്ത സ്വകാര്യതയെയും കുറിച്ചും വല്ലാതെ വാദിക്കുന്ന പുരോഗമനക്കാരും മാധ്യമങ്ങളും അറിയുക. ഭാരതത്തിൽ 2021 ഉണ്ടായത് 1566 പ്രണയ കൊലകൾ. കാമുകൻ കാമുകിയെയോ കാമുകി കാമുകനെയോ കൊന്നതിന്റെ കഥകളാണിത്. കുട്ടിക്കാലത്തെ ഒരു തോന്നലോ ആനന്ദകരമായ ഒരു അവിവേകമോ ആയ പ്രണയം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളാണിത്. അടുത്ത കാലത്ത് കേരളത്തിലെ പാനൂരിനടുത്തുള്ള വള്ളിയായിലും തിരുവനന്തപുരം ജില്ലയിലെ കളിയിക്കവിളയിലും ഉണ്ടായ പ്രണയ കൊലകൾ ആരുടെയാണ് കണ്ണു നിറയ്ക്കാത്തത്? കളിയിക്കവിളയിൽ ഷാരോൺ രാജ് എന്ന കാമുകൻ പെൺസുഹൃത്ത് നൽകിയ വിഷം കഴിച്ച് കൊല്ലപ്പെട്ടു. MA കാരിയാണ് ആ പ്രണയിനി. കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർന്ന കഷായവും കൂടെ ജ്യൂസും കൊടുത്ത് ഷാരോണിനെ വകവരുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള വിവരം. നിഷ്കളങ്കമായ പ്രണയം. മരണക്കിടക്കയിലും ഷാരോൺ അവളെ സംശയിച്ചില്ല. അവൾക്കിപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട വിവാഹം കഴിക്കണം. അവൾ ഉന്നത സമുദായത്തിൽപ്പെട്ടവളാണ്. കുടുംബത്തിലെ ഏക സന്തതിയാണ്. തിരിച്ചറിവുകൾ കൂടിയപ്പോൾ അവൾക്ക് കാമുകൻ വേണ്ട. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചതിന്റെ ഫോട്ടോകൾ കൈവശമുള്ള കാമുകൻ വില്ലനാകും എന്നവൾ ഭയന്നു. ഇല്ലാതാക്കി. കഥയുടെ ഉള്ളറ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ടാവും. ഈ കുട്ടികളെ പ്രണയത്തിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുവാൻ മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നുവോ എന്ന യാഥാർത്ഥ്യം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. ഈ കൊലപാതകത്തിന് എനിക്ക് കിട്ടുന്നത് പരമാവധി 15 വർഷത്തെ ശിക്ഷ. അത് കഴിയുമ്പോൾ ഞാൻ വരും. 39 വയസ്സിൽ എനിക്ക് ജീവിതം തുടങ്ങാനാവും. ശ്യാംജിത്ത് പറഞ്ഞതാണിത്. കളയിക്കവിളയിലെ ഗ്രീഷ്മയും ശ്യാംജിത്തുമൊക്കെ ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ ശേഖരിച്ചാണ് കൊലപാതകത്തിന് തയ്യാറെടുപ്പ് നടത്തിയത് എന്നതും ആരെയാണ് ഞെട്ടിക്കാത്തത്? എത്ര കരുതി കൂട്ടിയാണ് കാര്യങ്ങൾ നടത്തുന്നത്? പ്രണയപ്പകയുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ പരാതി കൊടുക്കാൻ എത്തിയ യുവതിയെ സ്റ്റേഷന്റെ വാതിൽക്ക് കാത്തുനിന്ന് കുത്തിയ പ്രതിയും ഉദാഹരണമാണ്. ഞെട്ടിക്കുന്ന എത്ര സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. പാലാ സെന്റ് തോമസ് കോളേജിൽ ക്യാമ്പസ് സഹപാഠിയായ കാമുകിയെ കാമുകൻ വെട്ടിക്കൊല്ലുകയായിരുന്നു. 2 വർഷത്തെ അടുപ്പത്തിന് ശേഷം അവൾ അകലുന്നു എന്നതായിരുന്നു വിഷയം. കോതമംഗലത്ത് ഡെന്റൽ കോളേജിൽ ഹൗസ് സർജനായിരുന്ന മാനസയെ ആൺ സുഹൃത്ത് ബീഹാറിൽ പോയി തോക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് കൊന്നത്. എന്തേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ? ഗൗരവമായി ചിന്തിക്കുകയും പരിഹാര നടപടികൾ ഉണ്ടാവുകയും വേണം. ശിക്ഷയല്ല പരിഹാരം, മനസ്സിന്റെ നവീകരണം മാത്രമാണ് വഴി. മാതാപിതാക്കളും മതനേതാക്കളും അധ്യാപകരും മാധ്യമങ്ങളും ഉണരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം. വൈകാരിക പക്വത നേടാൻ സഹായിക്കണം. പ്രണയം ഒരു ഫാഷനോ കേവലം ഒരു ആകർഷണത്തിനനുസരിച്ച് മാത്രം ഉണ്ടാകേണ്ട ഒരു അഭിനിവേശമോ അല്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ജീവിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കണം. ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ അനുസരിച്ച് നിയന്ത്രണങ്ങളും വേണം. ഉമ്മൻചാണ്ടിക്ക് 80. കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ച മുഖ്യമന്ത്രിയും കൊടിയുടെ നിറം നോക്കാതെ ജനമനസ്സിൽ ഇടം നേടിയ പൊതുപ്രവർത്തകരുമാണ് അദ്ദേഹം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ നടത്തിയ പൊതുജന സമ്പർക്ക പരിപാടി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അതിലൂടെ സഹായം നേടിയവരും കിട്ടിയവരും ഒരു പാർട്ടിയുടെയും ആൾക്കാർ മാത്രമായിരുന്നില്ലല്ലോ. എതിർചേരിയിൽപ്പെട്ടവരെ സഹായിച്ചതിന് ആക്ഷേപം കേട്ട ചരിത്രവും ഉമ്മൻചാണ്ടിക്കുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയെ രാഷ്ട്രീയമായി ഇടതുപക്ഷം എതിർത്തതും ഇത്തരം ഒരു പരിപാടിക്കെത്തിയ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതും എല്ലാം ചരിത്രം. എന്നാൽ അത്തരം ഒരു പരിപാടിയിൽ സംബന്ധിച്ച് പ്രശ്നപരിഹാരം നേടിയവരിൽ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. MG കോളേജിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിന് പോലീസ് കേസെടുത്തതുകൊണ്ട് ഒരു BJP പ്രവർത്തകന് ജോലിക്ക് തടസ്സം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ കേസ് പിൻവലിച്ച യുവാവിനെ സഹായിക്കുവാൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി മടിച്ചില്ല. അതിന് അദ്ദേഹത്തെ കാവി നിറക്കാരനായി ചിത്രീകരിച്ചവരും ഉണ്ട്. തനിക്ക് സഹായിക്കാനാവുന്നവരെ സഹായിക്കുന്നതിലൂടെ തനിക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് നോക്കാതെ സഹായിക്കുന്ന അപൂർവ നേതാവാണ് ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ പൊതുജീവിതത്തെ ഏറെ ചടുലമാക്കിയ ഉമ്മൻചാണ്ടിക്ക് എല്ലാ ജന്മദിനാശംസകളും. എത്രയും വേഗം രോഗവിമുക്തനായി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.